അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർക്ക്ഷോപ്പിലെ ഒരു വാക്വം ക്ലീനർ മോറിസിന്റെ കണ്ണിൽപ്പെടുന്നത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവൻ അതിന്റെ മോട്ടോർ വേർപെടുത്തി. സെക്യൂരിറ്റി ക്യാമറകളുടെ കണ്ണുവെട്ടിച്ച് കാവൽക്കാരുടെ ശ്രദ്ധ തിരിച്ച് അത് സെല്ലിനുള്ളിലെത്തിച്ചു. അതീവ സുരക്ഷയുള്ള ആ ഇരുമ്പഴിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് മോറിസ് ആ മോട്ടോറിനെ ഉടച്ചു വാർത്തു. ഒടുവിൽ ഭിത്തികൾ തുരക്കാൻ കെൽപ്പുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനായി അത് രൂപം മാറി. അങ്ങനെ ഡ്രിൽ ഉപയോഗിച്ച് തുരക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ വെല്ലുവിളികൾ അവസാനിച്ചിരുന്നില്ല. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴുള്ള ആ ശബ്ദം, അത് പുറം ലോകം കേൾക്കരുത്. ജയിൽ ഭിത്തികൾക്കും കാവൽക്കാർക്കും അപ്പുറം ആ ശബ്ദമെത്താതെ നോക്കണം. അവിടെയാണ് ഞങ്ങൾ പുതിയൊരു തന്ത്രം മെനഞ്ഞത്. ജയിൽ നിയമങ്ങൾ. ചിലപ്പോൾ അതൊരു അനുഗ്രഹമാണ്. ഓരോ ദിവസവും കിട്ടുന്ന ആ 1 മണിക്കൂർ മ്യൂസിക് അവർ. തടവുകാർക്ക് ആർത്തുവിളിക്കാം, വാദ്യോപകരണങ്ങൾ മീട്ടാം. മോറിസ് തന്റെ അക്കോർഡിയൻ കയ്യിലെടുത്തു. സംഗീതത്തിന്റെ ആ വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ആരും കേൾക്കാതെ ഞങ്ങളുടെ ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിച്ചു തുടങ്ങി. ഏകദേശം 6 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ 4 പേരുടെ സെല്ലിലും തുരങ്കം പൂർത്തിയായി.